നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇങ്ങനൊരു പതിവൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും. ഇന്ന് ഇവളുടെ പിറന്നാളാ. ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പോകാമെന്ന് കരുതി. ശബരിയോട് കാര്യം പറയാൻ മറന്നുപോയി. ഇവളൊരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ആ പുസ്തകത്തിൽ നിന്നൊരു കവിത. അപ്പോ ദേവിയുടെ പ്രോഗ്രാം കാണാൻ ശബരി വരില്ലേ? തീർച്ചയായും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പോയി തൊലയട്ടോ മേജറും മോളും. ഈ ലോകത്ത് എത്ര പെമ്പിള്ളേർ കിടക്കുന്നു? താൻ വാ. എന്തേ കാര്യമുണ്ടോ? താനിങ്ങോട്ട് വാ, പറയാം. നമസ്കാരം. നമസ്കാരം. കൺഗ്രാറ്റ്സ്. ദാറ്റ് വാസ് എ ഗുഡ് ഷോ. വളരെ നന്നായിരുന്നു. അടുത്ത കാലത്തെങ്ങും ഇതുപോലൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല. നല്ല ശരീരം. സാറ് അടുത്ത കാലത്തൊന്നും ഡാൻസ് കണ്ടിട്ടില്ല അല്ലേ? എന്താണോ? ഒന്നുമില്ല. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനാ മിസ്റ്റർ വെട്ടൂഴി. ഇത് ഡോക്ടർ ദിനേശൻ, BSc MBBS. സ്വന്തമായിട്ട് ആശുപത്രി നടത്തുക. കലകളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാ. ഇവനാ പറഞ്ഞത് മോളെ വന്ന് അഭിനന്ദിച്ചിട്ട് പോകാം. അല്ല, ശബരിയോ? വരൂ. നൃത്തം മനോഹരമായിരുന്നു. ഞാൻ വിചാരിച്ചു ശബരി വരില്ല എന്ന്. ക്ഷമിക്കണം, വരാൻ കുറച്ച് വൈകിപ്പോയി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എന്തെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒന്ന് ആളൊഴിഞ്ഞ് കിട്ടിയിട്ട് വേണ്ടേ? എപ്പോഴും തലയ്ക്കകത്ത് 100 കൂട്ടം കാര്യങ്ങളാ. ജോലിയിൽ നിന്ന് പിരിയാൻ കാലത്തെങ്കിലും ഒന്ന് സ്വസ്ഥാവെന്ന് കരുതിയപ്പോഴാ ഒരു എൻക്വയറി കമ്മീഷൻ. വല്ലാതെ റിസർവ്ഡ് ആയിരിക്കുന്ന ജീവിതം. നമുക്ക് ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരുമില്ലല്ലോ. മനസ്സിലുള്ളതൊക്കെ ആരോടാ ഒന്ന് തുറന്നു പറയാ? എന്നോട് പറഞ്ഞോളൂ മാലതി, ഞാനില്ലേ? ഇവിടെ വന്നാലെങ്കിലും മനസമാധാനം കിട്ടുമെന്ന് കരുതി. ഞാനിങ്ങനെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മുഷിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അതൊക്കെ നിന്റെ തോന്നല. നിന്റെ ദുഃഖങ്ങളൊക്കെ എന്നോടല്ലാതെ മറ്റാരോടാ പറയുക? സുഖവും ദുഃഖവും ഒക്കെ മനുഷ്യജീവിതത്തിൽ സാധാരണയല്ലേ? എന്നാലും നമ്മളെപ്പോലെ ആരും ഉണ്ടാവില്ല. One, two, three, four. അങ്ങനെ ഇരിക്കെ. എന്റെ നിർമ്മലേ, ഒന്ന് താന്ന് കളിക്കേ. ശിവരാത്രി ദിവസം 4 പേര് കാണേണ്ടല്ലേ? ഒന്ന് താന്നിരുന്നാൽ എന്താ? വലത്തഴി എടുക്ക. അങ്ങനെ തങ്കമണി, എന്തോ അധികാരിയുടെ മോന്റെ കല്യാണല്ലേ? ഞാൻ തീർച്ചയായും വരും. ശബരിയും ഇവനും ഒരേ പ്രായക്കാരാ. നമസ്കാരം. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴേ നടത്തണമെന്നുണ്ടായിരുന്നു. പെണ്ണന്വേഷിച്ച് നടന്ന് ഉണ്ടായിരുന്ന ലീവും തീർന്നു. ഇപ്പൊ ലീവ് എത്ര ഉണ്ട്? 1.5 മാസം കൂടി. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കുട്ടി ദുബായിക്ക് പോവായിരിക്കും. ഇല്ല, അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ? അവരുടെ തനിച്ചല്ലേ. അമ്മയ്ക്ക് അച്ചാൽ വാദത്തിന്റെ അസ്കിയത. ഇത് മാഷ്കുള്ളതാ. എന്താ ഇത്? കുറച്ച് തുണിത്തരങ്ങളാ. മാഷിത് വാങ്ങണം. വാങ്ങിക്കണം. ശബരിയുടെ കല്യാണക്കാരിയൊന്നും ആയില്ലേ? അതൊക്കെ അങ്ങോട്ട് ചോദിക്ക. വല്ല ഉദ്യോഗവും കിട്ടിയാൽ അതിന് പോവുമോ? ഇല്ല. ഇത്രയും വലിയ വീട്ടില് ഞാനും ഈ തങ്കമണിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക.
ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൽപുത്രൻ കേൾക്കുവോ? അതും ഇല്ല. ഓരോന്നിനും ഒരു സമയമില്ലേ, എല്ലാം തലയിലെഴുത്ത് പോലെ നടക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ ഇനി ഒരിക്കലാവാം. ഇനിയും ഒരുപാട് സ്ഥലത്ത് ക്ഷണിക്കാനുള്ളതാ. ശബരിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചെന്ന് പറയണം. ആ വരട്ടെ. നമുക്കിനി ഊണ് കഴിക്കുക. എന്താ അവൻ വരുന്നവരെ കാക്കണ്ടേ? എന്ന് വെച്ചാ നമ്മള് പട്ടിണി കിടക്കുക. ഇന്ന് അവൻ വരാണ്ടിരിക്കില്ല. വരും വരും, വിളമ്പി കാത്തിരുന്നോ. അവൻ വരാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ട്. വെറുതെ സമയം കളയാതെ ചോറ് വിളമ്പാൻ നോക്ക്. ദശരഥ മഹാരാജാവിന് ആറ്റുനോറ്റ് 4 സന്താനങ്ങൾ ഉണ്ടായി. അവസാന കാലത്ത് ആരും അടുത്തുണ്ടായില്ല. അതൊരു ശാപത്തിന്റെ കഥ. ഇന്നത്തെ കാലത്ത് എല്ലാ പിതാക്കന്മാരും ദശരഥന്മാരാണ്. വയസ്സുകാലത്ത് മക്കൾ ആരും അടുത്തുണ്ടാവില്ല. തങ്കമണി ഇരുന്നോളൂ. അമ്മ ചോറ് വിളമ്പമ്മേ, വല്ലാതെ വിശക്കുന്നു. അമ്മ ഇരിക്കെ. പോടാടുന്നു ഒരു അടി വെച്ച് തന്നാലുണ്ടല്ലോ. ഇന്നെന്താ വിശേഷം? ഓ, വിശേഷം എന്താണെന്ന് അറിയില്ലല്ലേ? പെറ്റ വയറിനെ ആ വിശേഷം അറിയാവൂ. ഇന്ന് നിന്റെ പിറന്നാളാണ് കൊരങ്ങ. അമ്മ ഇരിക്കെ. ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പി തരാം. വേണ്ട വേണ്ട വേണ്ട, മിണ്ടാനോടെ ഇരുന്നാ മതി. അത്ര പൂതിയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും. അമ്മയ്ക്ക് വെച്ച് വിളമ്പി തരാൻ ഒരു പെൺകുട്ടിയുടെ കൊണ്ട് നാക്ക്. അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടാവട്ടെ. വീടായാലേ ഒരു ഒച്ചയും ബഹളവും ഒക്കെ വേണം. ഇവിടെ അതില്ല. ആ വിഷമം കൊണ്ടാ ഞങ്ങൾ ഈ പറയുന്നത്. എന്തോ ഒച്ചയും ബഹളവും ഇല്ല അല്ലേ? അമ്മയുടെ ശിക്ഷണങ്ങൾ അവിടെ കിടന്ന് ചെവിട് പൊട്ടിക്കുന്നുണ്ടല്ലോ. അത് പോരായിരിക്കും. എന്നിട്ട് ഒച്ചയില്ല അന്ന്. ഓ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. പല പ്രാന്തുകളും പറയുന്നവനാ നീ. അതിന്റെ കൂടെ കല്യാണമേ വേണ്ടെന്ന് കേൾക്കുമ്പോ. കല്യാണമേ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈശ്വരോ രക്ഷതു, അത്രത്തോളം പുരോഗതി ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഇവിടെ ഇപ്പൊ ഒരു സ്വപ്നത്തിന് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുള്ള സ്വപ്നം. നമ്മുടെ ശബരി കല്യാണം കഴിച്ചിരിക്കുന്നു. ഭാര്യ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടി. കലപിലാന്നും പറഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന 4 കുട്ടികളും. എത്ര കുട്ടികള്? 4. 5ാമത്തത് വയറ്റിലും ഉണ്ട്. വീട്ടിലാകെ ബഹളം. മുത്തച്ഛ മുത്തച്ഛന്നും പറഞ്ഞ് അവറ്റ മേലെ പിടിച്ച് തൂങ്ങുക. 4 ആൺകുട്ടികളാ. കണ്ടോ, സ്വപ്നത്തിലെ കാര്യമായാലും അത് അവർക്ക് അറിയണം. എന്നാ കേട്ടോ, മൂത്തത് 3 ആണ്, 4ാമത്തത് പെണ്ണ്, 5ാമത്തതിന്റെ കാര്യം പിന്നെ പറയാൻ ഒക്കില്ലല്ലോ. ഞാൻ പിള്ളേരെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. ചെവി കേക്കണ്ടേ? ഓ, എന്തൊരു ബഹളം. അപ്പോ ഉണ്ട് ദേ വരുന്നു അവന്റെ ഭാര്യ. അവള് നാക്കിട്ടടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കരുതി. എന്ത് കരുതി? അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതേ അവതായിന്ന്. സ്വപ്നത്തിൽ കണ്ട കുട്ടികള് കാണാൻ നല്ല ചന്തമുണ്ടോ? അതിരിക്കട്ടെ, അവന്റെ ഭാര്യ എങ്ങനെയാണെന്ന് നീ എന്താ ചോദിക്കാത്ത? അവള് നല്ല സുന്ദരിയാവും. അതിരിക്കട്ടെ, നിനക്ക് രാജനെ എങ്ങനെയാ പരിചയം? അറിയാ. തന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് നല്ല വാർത്തകള് വെള്ളത്തിൽ കിടന്ന് കേൾക്കാനാ യോഗം. താൻ ഇങ്ങോട്ട് കയറി വാടൂ. എന്താ ചേരേട്ടാ, എന്താ കാര്യം? ഓ, തന്റെ നന്മകളുടെ സൂര്യോദയത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു. അക്കാര്യം നേരിട്ട് പറയാനാ ഞാൻ വന്നത്. വിട് ചേരേട്ടാ, ഞാൻ ഈ തുണി ഒന്ന് മാറ്റിക്കോട്ടെ. കലാകാരന്മാരും ബുദ്ധിജീവികളും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല, പ്രത്യേകിച്ചും വലിയ പുരസ്കാരങ്ങൾ നേടിയവര്. ശരി, ഒരു ഫോട്ടോ എടുത്തു. വേഷമൊക്കെ ഇത് മതി. ഇപ്പൊ എന്തു പറയുന്നു മാഷേ? ഇവൻ നന്നാവും, ഇനിയും നന്നാവും.
ഈ അവാർഡും കിവാർഡും ഒക്കെ അവനെ കേടുവരുത്തേ ഉള്ളൂ. ഇനിയിപ്പോ അവനെ വീട്ടിൽ ഒട്ടും കാണാതാവും. അതാ ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെയല്ല ചേച്ചി, ഇനി നമ്മൾ വരച്ച വരയിൽ ഇയാൾ വരും. നിങ്ങൾ നോക്കിയോ? എല്ലാം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയെങ്കിലും വീട്ടിൽ ഒതുങ്ങി നിൽക്കാനുള്ള വഴിയൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരിപ്പെടുത്താന്നേ. നല്ല ആളോടാ പറയുന്നത്. ശേഖർജിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമല്ലേ? മക്കളെ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണുക വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാ മാഷേ. പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം. ഉദ്യോഗം ഭരിച്ചത് കൊണ്ടോ ഒരു ശരാശരി കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ ഈ ലോകത്ത് ആരും മഹാന്മാരായിട്ടില്ല. ഇനി ചടങ്ങ് മൂപ്പിലമ്മ അങ്ങോട്ട് നിർവഹിക്കുക. മാണിക്യ വീണാമുപലാലയന്തീം മദാലസാമഞ്ചുള വാക്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗ കന്യാ മനസാ സ്വരാമീം ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ കുണ്ട്രേഷു പാശാങ്കുച പുഷ്പപാണ ഹസ്തേ നമസ്തേ ജഗദൈക മാതാ. മോനെ, നിനക്ക് ദേഷ്യം തോന്നരുത്. എന്താ അമ്മേ? അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ്, അടുത്ത കൊല്ലമെങ്കിലും ഈ ചടങ്ങ് നടത്തേണ്ടത് നീ കൊണ്ടുവരുന്ന പെൺകുട്ടിയാവണം. നമ്മുടെ താവഴിയില് അതിന് വേറെ ആരാ ഉള്ളത്? വീരമണികണ്ഠനേ ശരണമയ്യപ്പ, ശബരീരിനാഥനേ അയ്യപ്പ. നിൽക്കണു. ആ റപ്പായോടെ നിൽക്കൂ. താൻ പൂജമുറിലോട്ട് കയറണ്ട. ഇയാൾക്കല്ല ശുദ്ധവും വൃത്തിയില്ല. ഞാൻ അങ്ങോട്ട് വരാം. അങ്കിൾ ഇങ്ങോട്ട് വരാന്ന് ബാ. റപ്പായിക്ക് ഒരു 100 രൂപ കടം വേണല്ലോ. എന്താ കാര്യം? ഒരു അത്യാവശ്യത്തിന് മടക്കി തരാം. ആ മനസ്സിലായി. അത്യാവശ്യത്തിനല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ. കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടയ്ക്കാനാ. ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന്. അത് ശരി. തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ. അതെ. മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ? ഇല്ല. അതിന് 100 രൂപ മതിയാവോ? അവള് 250 രൂപ ചോദിക്കാൻ പറഞ്ഞു. ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട. ഒരു 1000 തന്നെ ആയിക്കോട്ടെ. തരുന്ന ഞാനല്ലേ. തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ 500 രൂപ മേടിച്ചോണ്ട് താനിത് തിരിച്ചു തന്നോ? കുട്ടിക്ക് ഈ പ്രായമായല്ലോ. അത് ആദ്യത്തെ കുട്ടിയാ. ആ കുട്ടി പ്രസവത്തോട് മരിച്ചുപോയി. അപ്പൊ ഇതിന്റെ പ്രസവിച്ചാൽ ആരാ നോക്കിയത്? അതെന്റെ ഒരു പഴയ പരിചയക്കാരൻ. എന്നാൽ ആ പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും, അവൻ തരും. എന്നെ കുറെ നാളായ നോക്കി വെച്ചിരിക്കുക. പെണ്ണും പിടക്കോയില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറുപ്പിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയാ? വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ. എന്തൊക്കെയായാലും നമ്മുടെ അന്തസ്സിനത്തൊരു ബന്ധം വേണമല്ലോ ശരിപ്പെടുത്താൻ. 2-3 ലക്ഷം രൂപ കൊടുക്കാൻ. അയ്യോ, സ്ത്രീധനം കൊടുത്തൊരു ബന്ധം അത് നമുക്ക് വേണ്ട കുറുപ്പ്. നിയമം അറിയാത്തോണ്ടല്ല, കാര്യം നടക്കണ്ടേ? രഹസ്യമായിട്ട് മതി. മാലതിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റവും എല്ലാം അതിന്റെ സമയത്ത് നടക്കും.